ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും ബീർബലും കൂടി നടക്കാനിറങ്ങി. അവരൊരു തടാകത്തിനരികിലെത്തി. നിശ്ചലമായി കിടക്കുന്ന ആ തടാകത്തിലേക്ക് ബീർബൽ ഒന്ന് കൈയിട്ടു. പക്ഷേ പെട്ടെന്ന് കൈ വലിച്ചു. ചക്രവർത്തി ചോദിച്ചു, എന്തു പറ്റി? ബീർബൽ പറഞ്ഞു, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ചക്രവർത്തിയും വെള്ളത്തിലൊന്ന് കൈവച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഓ എന്തൊരു തണുപ്പ്! ഈ തണുത്ത ജലത്തിലൊന്ന് ഇറങ്ങി നിൽക്കാൻ തന്നെ എന്തു പ്രയാസമാണ്. ഒരു രാത്രി മുഴുവൻ ഈ തടാകത്തിൽ ചെലവഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ബീർബൽ പറഞ്ഞു, തക്ക പ്രതിഫലം കൊടുത്താൽ വരുമെന്ന് തീർച്ചയാണ്. ചക്രവർത്തി ഉടനെ 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാമെന്ന് പ്രഖ്യാപിച്ചു. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു യുവാവ് ബീർബൽ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരു രാത്രി മുഴുവൻ അയാൾ ആ തണുത്ത ജലത്തിൽ നിന്നു. പിറ്റേ ദിവസം പ്രതിഫലത്തിനായി എത്തിയ അയാളോട് രാജാവ് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഈ കൊടും തണുപ്പിൽ രാത്രി മുഴുവൻ സമയം ആ ജലത്തിൽ ചെലവഴിക്കാൻ സാധിച്ചത്? അയാൾ പറഞ്ഞു, രാജാവേ, ഞാൻ മുഴുവൻ സമയവും ദൂരെയുള്ള ആ തെരുവിലെ വിളക്കിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. അതുകൊണ്ട് ഞാൻ തണുപ്പ് ശ്രദ്ധിച്ചതേയില്ലെന്ന്. ആ തെരുവ് വിളക്കിൻ്റെ ചൂട് യുവാവിനെ സഹായിച്ചെന്ന് കാരണം പറഞ്ഞ് രാജാവ് അയാൾക്ക് പറഞ്ഞിരുന്ന പണം കൊടുത്തില്ല. വെറും കൈയോടെ പറഞ്ഞയച്ചു. ബീർബലിന് വിഷമം തോന്നി. ചക്രവർത്തി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ ബീർബൽ നിശ്ചയിച്ചു. പിറ്റേ ദിവസം ബീർബൽ കൊട്ടാരത്തിലെത്തിയില്ല. ചക്രവർത്തി പരിവാരങ്ങളെയും കൊണ്ട് ബീർബലിൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരടുപ്പുണ്ടാക്കി അതിൻ്റെ 10 അടി ഉയരത്തിൽ ഒരു കലത്തിൽ ചോറ് വയ്ക്കുന്നു ബീർബൽ. ഇത് കണ്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു പോയി. ചോദിച്ച്, ഇത്രയും താഴ്ചയിൽ തീ കത്തിക്കൊണ്ടിരുന്നാലേ ഈ കലത്തിലെ അരി വേകുമോ? എന്ത് മടയത്തരമാണ് നീ കാണിക്കുന്നത്? ഉടനെ ബീർബൽ പറഞ്ഞു, ഇന്നലെ ആ തണുത്ത വെള്ളത്തിൽ നിന്ന ആൾക്ക് അങ്ങ് ദൂരെയുള്ള തെരുവുവിളക്കിൽ നിന്ന് ചൂട് ലഭിച്ചെങ്കിലേ എനിക്കും ഈ അരി വേവിക്കാൻ പറ്റുമെന്ന്. രാജാവിന് കാര്യം മനസ്സിലായി. ഉടനെ തൻ്റെ തെറ്റ് തിരുത്തി താൻ ആ യുവാവിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പറഞ്ഞിരുന്ന തുക കൊടുത്ത് സന്തോഷത്തോടെ അവനെ യാത്ര അയച്ചു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? വെല്ലുവിളികൾ സ്വീകരിച്ച് വിജയം വരിക്കുന്നവരോടൊപ്പം വെല്ലുവിളി ഉയർത്തിയവരെയും എങ്കിലും കൂടെ നിൽക്കണം. അസാധ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും അവഹേളിക്കരുത്. അത്തരക്കാർക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് സമൂഹത്തിൻ്റെ പോരാട്ട വീര്യത്തിന് ഉതകുന്നത്. ഏത് കാര്യവും അത് നടക്കില്ലെന്ന് പറയുന്നവരെയും അത് ഞാൻ ചെയ്തു നോക്കാം എന്ന് പറയുന്നവരെയും ഒരേ രീതിയിൽ കാണരുത്. ആദ്യ കൂട്ടർ അവരുടെ സുഖാവസ്ഥ വെടിഞ്ഞ് ഒന്നിനും മുതിരുകയില്ല. എന്നാൽ ചെയ്തു നോക്കാമെന്ന് പറയുന്നവർ പരാജയമോ അപമാനമോ ഒന്നും പ്രശ്നമാക്കാതെ അത് ചെയ്തിരിക്കും. നമുക്കും ആത്മവിശ്വാസത്തോടെ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും എന്ന ധൈര്യത്തോട് പറഞ്ഞുകൊണ്ട് ജീവിത വഴികളിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. ഒപ്പം ജീവിത വിജയം കൈവരിക്കുന്നവരെ ആദരവോടെ കാണുവാനും ഈ കഥ പ്രോത്സാഹനം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.